താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഭക്തൻ അറിയേണ്ടതും എന്നാൽ ദൗർഭാഗ്യവശാൽ പലപ്പോഴും അറിയാതെ പോകുന്നതുമായ കാര്യം. നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന 90% പ്രശ്നങ്ങൾക്ക് പിന്നിലും ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. നാം അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് കാരണം. എന്താ അങ്ങനെ അല്ലെന്നോ? ചുമ്മാതാന്നോ? പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ, പഴയതുപോലെ. ഉപവസിക്കുന്നുണ്ട് പഴയതുപോലെ. പള്ളിയിൽ പോകുന്നുണ്ട് പഴയതുപോലെ. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പഴയതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവദാസനെ നിങ്ങൾ പറ്റിപ്പോയി, ഞങ്ങൾ ഓക്കെയാ, വേറെ എന്തോയാ പ്രശ്നം ആണോ? അല്ല, ഈ പഴയതുപോലെ അതാ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിധത്തിൽ ഞാനിങ്ങനെ പറയാം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളായിരിക്കുന്നവർ, ഇനി മാതാപിതാക്കളല്ലാത്തവർ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ. അല്ലേ സഹോദരി, അല്ലേ മോളെ? കരയുക നീ. മാതാവേ, നിൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് കരയുക. അവളുടെ ഭാവി എന്തായിത്തീരും? ഉദരഫലം ഉണ്ടാകുന്നില്ല. പരിഹാസം തുടങ്ങി, കുത്തുവാക്കുകൾ തുടങ്ങി. നിന്റെ ചിന്തയെ എൻ്റെ ദൈവം സത്യമാക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. നീ ഇപ്പോൾ ഒരു മാതാവിനെ പോലെ ചിന്തിക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ഇതൊരു പ്രവചന ദൂത. സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നോക്കിയേ, കുഞ്ഞുങ്ങളിൽ നിന്ന്, ആ മാതാപിതാക്കളായി നിങ്ങൾ ചിന്തിച്ചോളണം. കുഞ്ഞുങ്ങളിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ, നമ്മളൊക്കെ തന്നെ എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ വല്ലതും പ്രതീക്ഷിക്കുമോ? പൊടി കുഞ്ഞിൽ നിന്ന്, കുഞ്ഞുവാവയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ഒരു ചിരി കിട്ടിയാൽ അത് തന്നെ സന്തോഷം. അമ്മ, അച്ഛ എന്ന് അവ്യക്തമായ ഭാഷയിൽ വിളിച്ചാൽ അത് തന്നെ സന്തോഷം. ഇത്രയേ ഉള്ളൂ, ഒന്നും പ്രതീക്ഷിക്കത്തില്ല. എന്നാൽ ആ കുഞ്ഞ് വളർന്നൊരു 10 വയസ്സാകുമ്പോൾ അങ്ങനെയാണോ? അച്ഛ, അമ്മ, ഒരു ചിരി, അത്രയും മതിയോ? ഇല്ല. ആ കുഞ്ഞ് വളരുന്നതിനൊപ്പം മാതാപിതാക്കൾക്കും അവൻ്റെ മേലുള്ള പ്രതീക്ഷകൾ വളരും. അവനിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. അത് അവൻ കൊടുത്തേ പറ്റത്തുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. മാതാപിതാക്കളുടെ പ്രതീക്ഷ അവൻ പഠിക്കണം. എന്തിനു വേണ്ടി? അവൻ്റെ നല്ലതിനു വേണ്ടി തന്നെയാണ്. പക്ഷേ അത് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രായത്തിൽ അവൻ്റെ ആവശ്യത്തിനേക്കാൾ അത് മാതാപിതാക്കളുടെ ആവശ്യമാണ്. രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, പല്ല് തേക്കണം, സമയാസമയം ആഹാരം കഴിക്കണം, കളിക്കേണ്ട സമയത്ത് മാത്രം കളിക്കണം, അല്ലേ? പറയേണ്ടത് മാത്രം പറയണം. അത് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നതാണ്. ആ കുഞ്ഞ് കുറച്ചുകൂടെ വളരുന്നു. ഒരു 15 വയസ്സ് പ്രതീക്ഷയും കൂടും, 20 വയസ്സ് പ്രതീക്ഷയും കൂടും, 25 വയസ്സ് പ്രതീക്ഷ അധികരിക്കും, ഇല്ലേ? കുഞ്ഞു വളരും തോറും പ്രതീക്ഷയും കൂടിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് വിശ്വാസികളായ നമ്മൾ വളരും തോറും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും വളർന്നുകൊണ്ടേയിരിക്കും. തുടക്കത്തിൽ കുറച്ചൊക്കെ മതി, നമ്മൾ ഈ പഴയതുപോലെ എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ മതി. പക്ഷെ വളരുന്നതിനനുസരിച്ച് ദൈവം അധികം പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വളരുന്നത് കൊണ്ടാണ്. അത് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ പഴയ പ്രാർത്ഥന മതിയോ? പോരല്ലോ. ആ പഴയതുപോലെ ഉപവസിച്ചാൽ മതിയോ? പോരല്ലോ. പഴയതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതിയോ? പോരല്ലോ. വർദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ പഴയതാണ് പ്രശ്നം. ദിവസം കഴിയുന്തോറും പ്രാർത്ഥന കൂടണം, ഉപവാസം കൂടണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം കൂടണം. അങ്ങനെ കൂടുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം വളരുവാൻ, മീൻസ് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിക്കാം. ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. കള്ളമൊന്നും പറയണ്ട, അറിയാം എവിടെയൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. കാരണം ഈ പ്രാർത്ഥിക്കുന്നവരോട് ദൈവം ഇടപെടും കേട്ടോ. അപ്പോൾ അറിയാം. പിന്നെ തിരക്ക് പിടിച്ച ജീവിതം, പല കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങ് പോകുന്നു. മറ്റു ചിലർ അറിയാതെ തന്നെ ഈ പഴയതിൽ പിടിച്ച് അവിടെ തന്നെ നിൽക്കുക. നീ വളർന്നേ, നിന്നിൽ നിന്ന് ദൈവം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പഴയതൊക്കെ വിട്ടിട്ട് മുൻപോട്ട് വാ. അപ്പോൾ അങ്ങനെ നമ്മൾ അകന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ അപ്പനിൽ നിന്ന് അപ്പൻ്റെ സമ്പത്ത്, അതായത് അപ്പൻ മകന് വേണ്ടി സമ്പാദിച്ചു വച്ചതൊക്കെ കൈനീട്ടി വാങ്ങിച്ച് അപ്പൻ്റെ അടുക്കൽ നിന്ന് ലോകത്തിലേക്ക്, മീൻസ് അകന്നു പോകുന്ന ഒരു മകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയാണ്. 2 മക്കളുണ്ടായിരുന്നു. ഒരു അപ്പന് ഒരു മകൻ തനിക്കുള്ളതെല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ലോകത്തിലേക്ക് പോയി.
അപ്പോൾ ആ മകൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? മകൻ അപ്പനിൽ നിന്ന് ലോകത്തിലേക്ക് പോയി. ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് മകൻ പ്രതീക്ഷിച്ചു. അതിന് ശക്തി നൽകിയതൊക്കെ അപ്പൻ നൽകിയതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. ലോകത്തിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിച്ച് ലോകത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ പലതുമാണ് ലോകത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മെ വളർത്തിയതെന്ന് നമ്മൾ മറന്നു പോകുന്നു. പ്രിയ സഹോദര, സഹോദരി, പലതും എനിക്ക് ലോകത്തിൽ നിന്ന് കിട്ടും, അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ പോയാൽ പലതും ഉണ്ടാകുമെന്ന് ചിന്തിക്കുമ്പോൾ നീ തിരിച്ചറിയുക, അത് ചിന്തിക്കുവാനും അങ്ങനെയുള്ളതിനെക്കുറിച്ച് ആഗ്രഹിക്കുവാനും തക്കവണ്ണം നിന്റെ കയ്യിൽ പലതും തന്നത് ദൈവമാണ്. ദൈവം പലതും നിന്റെ ജീവിതത്തിൽ തന്നതുകൊണ്ടാണ് ലോകത്തിലുള്ള പലതും കൊള്ളാം, അതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്ത നിനക്ക് വന്നത്. അതെങ്കിലും തിരിച്ചറിയുക. അപ്പൻ തന്നതിൻ്റെ പുറത്ത് നിന്ന്, അപ്പനിട്ട അടിസ്ഥാനത്തിൻ്റെ പുറത്ത് നിന്ന് പിശാച് തരുന്ന മണിമാളിക കെട്ടിപ്പോക്കാൻ വേണ്ടി ശ്രമിക്കുന്നേ. നോക്കിയേ, അപ്പോൾ ലോകത്തിലേക്ക് അങ്ങ് പോയി. അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പനിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ അപ്പനിൽ നിന്ന് കൊണ്ടുപോയതെല്ലാം ലോകത്തിൽ നഷ്ടപ്പെട്ടു. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നത് ഒരിക്കലും ലോകത്തിൽ സുരക്ഷിതമായിരിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കരഞ്ഞും, നിങ്ങൾക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചും ഉപവസിച്ചും മധ്യസ്ഥത വഹിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒന്നും ലോകത്തിൽ അത് സുരക്ഷിതമായിരിക്കത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ അത് സുരക്ഷിതമായിരിക്കത്തുള്ളൂ, അത് വർദ്ധിക്കത്തുള്ളൂ. അത് ഒരു ചെറിയ കാര്യമായിരിക്കാം. നിങ്ങൾ വളരെ നാൾ വലിയ പ്രാർത്ഥന നടത്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നത്. പ്രിയരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ആ ചെറിയ കാര്യവും വളരും. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ചെറിയ കാര്യത്തെ കർത്താവ് വളർത്തും. എങ്ങനെയെന്നോ, ഹന്നായുടെ ജീവിതം നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവൾ ഒത്തിരി നാൾ കരഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ചു. അവൾക്ക് ദൈവം ഒരു തലമുറയെ നൽകി. അന്നത്തെ കാലത്ത് ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഒത്തിരി പ്രസവിക്കുന്ന അമ്മമാരുള്ള കാലഘട്ടത്തിലാണ് ഒരു തലമുറയാണ് കിട്ടിയത്. പക്ഷെ അതുമായിട്ട് അവൾ ഒത്തിരി പ്രസവിക്കുന്ന അമ്മമാരുടെ ഇടയിലേക്കല്ല പോയത്, മറിച്ച് അവൾ ദൈവസന്നിധിയിൽ തന്നെ അതിനെ സൂക്ഷിച്ചു. ശമൂവേൽ എന്ന തനിക്ക് കിട്ടിയ ആ ഒരു മകനെ ദൈവസന്നിധിയിൽ സൂക്ഷിച്ചു. തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ദൈവം അവൾക്ക് 6 തലമുറകളെ നൽകി അവളെ മാനിച്ചു. ആ ഒന്നിനെ ദൈവം വർദ്ധിച്ചു. അതേ ആ അല്പത്തെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ആ അല്പവുമായി ദൈവസന്നിധിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ അത് വർദ്ധിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവണ്ണം അല്ല, അതിൽ അധികമായി അത് വർദ്ധിക്കുവാൻ തുടങ്ങും. താങ്ക് ഗോഡ്. അതുകൊണ്ട് ആ അല്പമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകരുതേ, ദൈവസന്നിധിയിൽ നിൽക്ക്, അത് വർദ്ധിക്കും. ലോകത്തിൽ ഞാൻ ഇതിനെ വർദ്ധിപ്പിക്കും, പോകരുതേ, ലോകം അതിനെ കവർന്നെടുക്കും. ആ ചെക്കൻ ഒരുപാട് അപ്പൻ അധ്വാനിച്ച് വെച്ചിരുന്നതും കൊണ്ടാണ് പോയത്. എല്ലാം ലോകം കവർന്നെടുത്തു. നഷ്ടം, നിരാശ, നിന്ന, അപമാനം. ആ ചെക്കൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ചിന്തിക്കുക, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ വേലക്കാരൊക്കെ തിന്ന് തൃപ്തി വരുന്നു, എനിക്കിവിടെ ഒന്നും കിട്ടുന്നില്ല. ഇതുപോലെ കഷ്ടം നിറഞ്ഞൊരവസ്ഥ വേറെയുണ്ടോ? പലതും ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ. ചിലർ എന്നെ കേട്ട് ഭാരപ്പെടുന്നുണ്ട്. പലതുമുണ്ട് ജീവിതത്തിൽ, നല്ലതായി പലതുമുണ്ട്, നന്മയായി അനുഭവിക്കേണ്ട പലതുമുണ്ട്. പക്ഷേ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സഹോദര, സഹോദരി, അറിഞ്ഞോ അറിയാതെയോ നീ അകന്നു പോയിരിക്കുന്നു. നീ ഉള്ളതുമെല്ലാമായി ലോകത്തിലായിരിക്കുന്നു. അവിടെ നിനക്കത് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ശത്രു അത് കവർന്നെടുക്കും. തിരികെ വാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ അത് നിനക്ക് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ മകന്, നമ്മുടെ ചെക്കനെ, അവനൊരു തീരുമാനമെടുക്കുക, ഞാൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും, എൻ്റെ അപ്പനോട് ക്ഷമ പറയും. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, മകനാക്കണ്ട, ഒരു ദാസനാക്കി നിൻ്റെ ഭവനത്തിൻ്റെ ഒരു മൂലയിൽ എന്നെ ഇരുത്തിയാൽ മാത്രം മതി. അർത്ഥം, അവൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം എന്താ? ഞാൻ അകന്നുപോയി, ഞാൻ എൻ്റെ അപ്പനിൽ നിന്ന് അകന്നുപോയി. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതെല്ലാം, അപ്പൻ എനിക്ക് തന്നതെല്ലാം, ഞാൻ ചോദിച്ച് വാങ്ങിയതെല്ലാം ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഞാൻ അകന്നുപോയി, നഷ്ടപ്പെട്ടു പോയി, ഞാൻ വലിയ കഷ്ടത്തിലായിത്തീർന്നു. മകൻ്റെ തിരിച്ചറിവ് അവനെ തിരികെ അപ്പൻ്റെ അടുക്കലേക്ക് നടത്തുകയാണ്. അപ്പൻ്റെ അടുക്കൽ വന്ന് നഷ്ടപ്പെട്ടു പോയതിൽ അധികം അവൻ അപ്പൻ്റെ അരികെ നിന്ന് പ്രാപിച്ചെടുക്കുക. ഈ സമയം പ്രിയരെ, നിങ്ങൾ അകന്നുപോയി നഷ്ടപ്പെട്ടു പോയത് അത് എത്ര വലുതാകട്ടെ, എന്തു തന്നെ ആകട്ടെ, അപ്പൻ്റെ അടുക്കൽ അതിന് പരിഹാരം വരുത്തുന്നതുണ്ട്. സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ ലോകപ്രകാരം ചിന്തിച്ച് ലോകത്തിൽ പലതും നന്മയായി ഉണ്ടെന്ന് കരുതി അപ്പൻ തന്നതുമായി നീ ലോകത്തിലേക്ക് പോയി
പലതും നഷ്ടപ്പെട്ടു പോയി വേദനപ്പെട്ട് നിരാശപ്പെട്ടായിരിക്കുന്നു. ഇനി എനിക്ക് ഒരിക്കലും അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല. ഭാരമതാണ്. ഞാൻ ലോകത്തിൽ പലതും നശിപ്പിച്ച് കളഞ്ഞവനാണ്. ഞാൻ ലോകത്തിൽ പലതും നശിപ്പിച്ച് കളഞ്ഞവളാണ്. അതുകൊണ്ട് എനിക്ക് അപ്പൻ്റെ അടുക്കലേക്ക് അല്ല. ലോകത്തിലുള്ള നീ കാണുന്ന നിന്നെ അറിയുന്ന അനേക അപ്പന്മാരെ പോലെയല്ല നമ്മുടെ അപ്പൻ. അവൻ വെയിറ്റ് ചെയ്യുക. നീ മടങ്ങി വരുമെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതിലും അധികം തന്ന് നിന്നെ മാനിക്കുവാൻ. അതേ, തിരികെ വാ. ഓ സ്തോത്രം. അകന്നു പോയി തകർന്നു പോയ സഹോദര, തിരികെ വാ. സഹോദരി, തിരികെ വാ. മാതാവേ, പിതാവേ, പലതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. തലമുറകളെ പ്രാപിച്ചു. എത്രയോ തവണ ഉദരത്തിൽ തന്നെ കൊന്നുകളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയതാ. നിന്റെ തലമുറകളെ, നിന്റെ കണ്ണുനീർ, നിന്റെ പ്രാർത്ഥന, അതേ മുഴുവൻ നിന്റെ ക്രെഡിറ്റ് മുഴുവൻ നീ വെച്ചോ. അതേ പ്രാപിച്ചു. പക്ഷെ കിട്ടിയപ്പോൾ ലോകത്തിൽ പലതും തലമുറകൾക്ക് നല്ലത് ലോകത്തിലുള്ള പലതുമാണ്. ദൈവത്തിനേക്കാൾ അവർക്ക് നല്ലത് ലോകത്തിലുള്ള പലതുമാണെന്ന് ചിന്തിച്ച് അറിഞ്ഞോ അറിയാതെയോ ലോകത്തിൻ്റെ പിന്നാലെ നീ യാത്ര തിരിച്ചു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച തലമുറ നഷ്ടപ്പെട്ടു പോയി. ഓ, പന്നികൾക്ക് കൊടുക്കുന്നത് പോലും കിട്ടുവാനില്ലാതെ മുടിയനായ പുത്രൻ അലഞ്ഞതുപോലെ നിന്റെ തലമുറകൾ അലയുകയാണ്. എന്തിനു വേണ്ടി അവരിങ്ങനെ ഓടുന്നേ? ചോദിച്ച് വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക. മദ്യപിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ആകാത്ത കൂട്ടുകെട്ടുകളിൽ പോകുന്നു. ഇതെന്ത് ജീവിതമാ നീ ചോദിക്കുന്നു. അവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരുവാൻ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ അവർ മാറിയിരിക്കുന്നു. ലോകത്തിൽ അവർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മടങ്ങി വാ മാതാവേ, പിതാവേ, അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ. നിന്റെ തലമുറകളെ തന്നവൻ, ഓ സ്തോത്രം, അവരെ പിന്നെയും തിരികെ വരുത്തി നിനക്ക് സന്തോഷമാകും വിധം നിന്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുവാൻ മതിയായവനാ. മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ തലമുറകളെ അതേ തിരികെ വരുത്തി തരുവാൻ എൻ്റെ ദൈവം മതിയായവനാ. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്ക്. അവർ തിരികെ വന്ന് നിനക്കൊപ്പം സന്തോഷിക്കുവാൻ പോകുക. സഹോദര, പ്രാർത്ഥിക്ക്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം പ്രതീക്ഷിച്ചതിനേക്കാൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ നിനക്ക് കിട്ടി. സന്തോഷമായി. എവിടെ നിന്ന് കിട്ടി? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടി. നിന്റെ പ്രാർത്ഥന, നിന്റെ കണ്ണുനീർ, നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതെ അവരുടെ കണ്ണുനീർ, അവരുടെ പ്രതീക്ഷ ദൈവം നൽകി നല്ലൊരു കുടുംബജീവിതം തന്നു. സന്തോഷകരമായ കുടുംബജീവിതം തന്നു. അല്ലെങ്കിൽ നിനക്ക് സന്തോഷകരമാക്കി മാറ്റുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു കുടുംബജീവിതം തന്നു. പക്ഷേ അതുമായി നീ അപ്പൻ്റെ അടുക്കൽ നിന്ന് അകലേക്ക് പോയി. ആമേൻ. നീ വിചാരിച്ചു ലോകത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും സന്തോഷിക്കുവാൻ കഴിയും, ഞങ്ങളുടെ ഈ സന്തോഷത്തെ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും. അയ്യോ അങ്ങനെയല്ലായിരുന്നു. ജോലി കിട്ടിയപ്പോൾ വിചാരിച്ചു ലോകത്തിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഏതൊക്കെ വിധത്തിൽ സന്തോഷിക്കുവാൻ കഴിയും. മക്കൾക്ക് വേണ്ടി അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അവരെ അവിടെ എത്തിക്കാം. അയ്യോ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു, പദ്ധതികളായിരുന്നു. സന്തോഷം തികയുന്നില്ലായിരുന്നു. അങ്ങനെ സന്തോഷത്തിന് വേണ്ടി പോയി നീ അറിയാതെ അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് നിനക്ക് കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭർത്താവിനെ കിട്ടി, സന്തോഷമായിരുന്നു, സന്തോഷിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ലോകത്തിലേക്ക് പോയി, നഷ്ടപ്പെട്ടു പോയി. ഭർത്താവുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നഷ്ടപ്പെട്ടു പോയി. മഹാകഷ്ടത്തിലായിരിക്കുന്നു. ലോകം ഭർത്താവിനെ പിടിച്ചു വച്ചിരിക്കുന്നു. ലോകം ഭാര്യയെ പിടിച്ചു വച്ചിരിക്കുന്നു. പലരുടെയും ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പായുന്നവരായി നിങ്ങളുടെ ഭർത്താവ്, അതെ നിങ്ങളുടെ പങ്കാളി മാറിയിരിക്കുന്നു. മടങ്ങി വരുവാൻ പഴയതുപോലെ പ്രാർത്ഥിക്കുന്നു. അതൊന്നും പോരെന്നേ. അത് നീ കുട്ടിയായിരുന്നപ്പോൾ. ഇപ്പം നീ വളർന്നു. ഇപ്പം നിനക്ക് ഒരുപാട് കാര്യം അറിയാം. പണ്ട് അപ്പൻ്റെ ഡൈനിങ് ടേബിൾ കയറി ഇരുന്നിട്ട് ആരെവിടെ, എനിക്ക് വേണ്ടത് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചെക്കനാ അല്ലേ മുടിയനായ പുത്രനെ. ഒത്തിരി ദാസന്മാരുണ്ട്. പക്ഷെ അകന്നു പോയപ്പോഴോ എവിടെ, കൊണ്ടുവരൂ, വരട്ടെ, ഇതൊന്നുമല്ല. പിന്നെ അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവന് മനസ്സിലായി, അവനിൽ നിന്ന് അപ്പൻ പ്രതീക്ഷിച്ചത് അവന് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. മീൻസ് അവൻ അകന്നുപോയി. അപ്പൻ അവനെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിച്ചു, അവൻ അകന്നുപോയി. അപ്പോൾ പഴയ ഇതൊന്നും പോരാ, ആജ്ഞാപിക്കലൊന്നും പോരാ. അധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ടിയിരിക്കുന്നു, ഉപവസിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോയത് അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് തിരികെ ലഭിക്കുവാൻ വേണ്ടി. അതെ, അപ്പൻ്റെ പക്കലുണ്ട്. സഹോദര, നിന്റെ കുടുംബജീവിതം തകർന്നു പോകാതെ മനോഹരമായി സന്തോഷമായി നീ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടത് എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. അത് നീ അനുഭവിക്കുവാൻ പോകുകയോ? താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മടങ്ങി വാ. ആമേൻ. അതെന്നെ, ആ ബിസിനസ്സിനെ പഴയ നിലയിലാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആ തുടക്കം, അതിനുള്ള ധൈര്യം എവിടെ നിന്നാ കിട്ടിയേ? ആ പ്രതീക്ഷ,
ആ സ്വപ്നം കാണുവാനുള്ള പ്രാപ്തി, ആ ദർശനം, ആ ആലോചന എവിടെന്നാ? എൻ്റെ അപ്പനിൽ നിന്നാ. സ്തോത്രം. അപ്പൻ്റെ വാഗ്ദത്തമാ. തുടങ്ങിയില്ല, അപ്പോൾ തന്നെ ഓടി. സ്തോത്രം. ഫലമെന്താ? നഷ്ടപ്പെട്ടു പോയി, അകന്നുപോയി, നഷ്ടപ്പെടുത്തി. തിരികെ വാ. താങ്ക് ഗോഡ്. തിരികെ വാ. അപ്പൻ്റെ സന്നിധിയിൽ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായതുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുവാനുള്ളത് എൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ട്. അതേ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് തന്ന് എൻ്റെ കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ പോകുക. സഹോദര, സഹോദരി, ആ ബാധ്യതയിൽ നിന്ന് ആ ബിസിനസ് പുറത്തു വരുവാൻ പോകുക. എൻ്റെ ഭവനത്തിനകത്തെ ആ ബാധ്യത മാറിപ്പോകുക. ആ ലോണിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ സ്തോത്രം. ആമേൻ. അടുത്തു വാ. പഴയ പ്രാർത്ഥന പോരാ. പഴയ ഉപവാസം പോരാ. അധികം നീ വളർന്നിരിക്കുന്നു. അപ്പൻ പ്രതീക്ഷിക്കുന്നത് പോലെ, ഞാൻ പറയും, നീ പ്രതീക്ഷിക്കുന്നതിലധികം അപ്പൻ തരുന്നുവെങ്കിൽ അപ്പൻ പ്രതീക്ഷിക്കുന്നതിലധികം പ്രാർത്ഥന നിന്നിൽ നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൻ പ്രതീക്ഷിക്കുന്നതിലധികം ഉപവാസം നിന്നിൽ നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൻ ആഗ്രഹിക്കുന്നതിലധികം അപ്പനോട് നീ ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു. ശുശ്രൂഷക, അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അകന്നുപോയി. മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് മനുഷ്യൻ്റെ ഇഷ്ടത്തിന് പിന്നാലെ, ആലോചനകൾക്ക് പിന്നാലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നകന്ന്. അപ്പൻ തന്ന ദർശനമാ, അപ്പൻ വിളിച്ച വിളി കേട്ടിറങ്ങിയതാ. എന്നിട്ട് എവിടെയോ ചിന്തിച്ച് നോക്ക്. ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ അപ്പനിൽ നിന്ന് അകന്നുപോയൊരു ഭൂതകാലം നിനക്ക് പറയുവാനുണ്ട്. മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെയല്ല, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരും. യെസ്, യേശുവിൻ നാമത്തിൽ അവൻ ആ മാറുവാൻ പോകുക. ആ പന്നിക്കൂട്ടത്തിനിടയിൽ വാളവിരയ്ക്ക് അലയുന്നത് പോലെ പലരുടെയും മുമ്പിൽ കൈ നീട്ടുന്ന ആ അവസ്ഥ, ശുശ്രൂഷക നിന്നോട് പലരുടെയും മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥ മാറുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അകന്നുപോയി. എന്തൊരു പിടിയായിരുന്നേ മല്ലു പിടിച്ചതേ. കർത്താവെ സൗഖ്യമാക്കണമേ. സൗഖ്യമാക്കിയില്ലെങ്കിൽ ഞാൻ പോകത്തില്ല, ചത്താലും ഞാൻ വിടത്തില്ല. അങ്ങനെ പിടിച്ച് സൗഖ്യമായതാ. എന്നിട്ട് അകന്നുപോയി. ഫലമോ? നഷ്ടപ്പെട്ടു പോയി. സൗഖ്യം നഷ്ടപ്പെട്ടു. അത് മുഖാന്തരമുള്ള സന്തോഷം നഷ്ടപ്പെട്ടു. രോഗം അധികരിച്ചു. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. പുറത്തലയ മടങ്ങി വാ. അപ്പോൾ അകന്നു പോകുന്നതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ 90% കാരണവും. അപ്പോൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം, തിരികെ വരണം. അങ്ങനെ തിരികെ വരുന്നവരെ എങ്ങനെയാണ് ആ ദൈവം പൂർവ്വസ്ഥിതിയിലാക്കുന്നത്? അതേക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുള്ള ഒരു അവസരം നൽകി ഞാൻ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ പോകുക. അപ്പോൾ അതേക്കുറിച്ച് പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ അറിയിക്കുകയാണ്. ഹോശയെയാണ് ആ പ്രവാചകൻ. തൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെല്ലാൻ. ദൈവത്തിൻ്റെ ജനമാണ് അവർ. ഒരിക്കൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ അവർ, അതേക്കുറിച്ച് നമുക്ക് ഡൗട്ടില്ലല്ലോ, ദൈവത്തിൻ്റെ ജനം മത്സരിച്ചും പെറുപെറുത്തും പലതും പറഞ്ഞും പലതും കിട്ടിയപ്പോഴൊക്കെ അകന്നുപോയി. ഫലം തകർന്നു പോയവരുടായി പ്രവാചകനിലൂടെ ദൈവം പിന്നെയും പറയുന്നു, വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും നാം അറിഞ്ഞുകൊള്ളുക. യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നിന്ന് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതിനു മുമ്പ് അവിടെ പ്രവാചകൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളും ദൈവം ചെയ്ത കാര്യങ്ങളും. ദൈവം ചെയ്തതായി പ്രവാചകൻ വെളിപ്പെടുത്തുന്ന കാര്യം നാം വലിയ കഷ്ടത്തിലായിരിക്കുമ്പോൾ മാനുഷികമായി ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അതും ആ കുഞ്ഞിൻ്റെ ഉപമയിലൂടെ, അത് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ പുറത്ത് നിൽക്കുന്നു, നമ്മുടെ കുഞ്ഞ് നമുക്കൊപ്പമുണ്ട്. അവൻ ചാടി തുള്ളി ഓടി കളിക്കുന്നുണ്ട്. അവൻ പറഞ്ഞാൽ കേൾക്കാതെ ഓടിപ്പോയി എവിടെയെങ്കിലും വീണു. നമ്മുടെ കൈക്കുള്ളിലാണെങ്കിൽ വീഴത്തില്ല. അവൻ ഓടിപ്പോയി വീണിട്ട് ആ കുഞ്ഞ് വല്ലാതെ കരയും. കുഞ്ഞുങ്ങളാണ് ബാപ്പ അമ്മ, നമ്മളെന്തോ ചെയ്തതുപോലെ അല്ലേ? അപ്പൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, അത് ഓടിപ്പോയതുകൊണ്ടാണ് വീണത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ അത് മാനുഷികമായ ആ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് ജനത്തോട്, തനിക്കൊപ്പമായിരിക്കുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് നമ്മളിത് അനുഭവിക്കുന്ന കഷ്ടത്തിന് കാരണം. അവൻ നമ്മെ തകർത്തിരിക്കുന്നു. ആ അകൽച്ചയെ സൂചിപ്പിക്കുവാൻ വേണ്ടി, അല്ലാതെ രാവിലെ തൊട്ട് ദൈവം കടിച്ചു കീറാനും ചിതറിക്കുവാനും ശൂലം കൊണ്ട് കുത്താനും കുന്തം കൊണ്ട് അതിനൊന്നും വരുന്നവനല്ല. കർത്താവായ യേശു ക്രിസ്തു അത് വളരെ മനോഹരമായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തുന്നുവല്ലോ.
ദൈവം നമ്മുടെ പിതാവാണ്, നമുക്കൊരു അപ്പനുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നില്ല, വേഗത്തിൽ വന്നാട്ടെ. ഒന്നാമതായി, എന്താണ് മടങ്ങി വരുന്നവരുടെ ജീവിതത്തിൽ, അടുക്കലേക്ക് വരുന്നവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത്? അവരെ സൗഖ്യമാക്കും. ആമേൻ. ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് രോഗങ്ങൾ, അസുഖകരമായ കാര്യങ്ങൾ. അതിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും. ശാരീരികമായ രോഗമാകാം, കർത്താവിൻ്റെ അടുക്കൽ സൗഖ്യമുണ്ട്. കർത്താവ് യേശു ക്രിസ്തു 3.5 വർഷക്കാലം ഈ ഭൂമിയിലായിരുന്നതായി 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്നു. പഴയ നിയമത്തിൽ അത് പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 3.5 വർഷക്കാലവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന രോഗികൾ വന്നതുപോലെ മടങ്ങിയില്ല, മറിച്ച് അവർ സൗഖ്യമായി മടങ്ങി. അതേ പ്രിയരെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഈ സമയം രോഗികളായി എന്നെ കേൾക്കുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ആമേൻ. പ്രാർത്ഥിച്ചോട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച്, സഹോദരി സഹോദര പ്രാർത്ഥിക്ക്. സൗഖ്യം വ്യാപരിക്കുക. അകന്നുപോയി അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി രോഗികളായി തീർന്നവർ, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്ത് രോഗികളായി തീർന്നവർ, മദ്യം മുഖാന്തരം നിന്റെ ജീവിതത്തിൽ വന്ന രോഗം സഹോദര സൗഖ്യമാകുക. അതൊരു പക്ഷേ ശാരീരികമായ രോഗമാകാം, മാനസികമായ രോഗമാകാം. യെസ്, പുറത്തു പറയുവാൻ കഴിയാത്ത വിധത്തിൽ അവയവങ്ങളുടെ മേൽ ബാധിച്ച രോഗമാകാം. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നാഡീ നരമ്പുകളെ സൃഷ്ടിച്ചവൻ നിന്നെ സൗഖ്യമാക്കിയ. യെസ്, താങ്ക് ഗോഡ്. ചെയ്യുവാൻ പാടില്ലാത്തത് പലതും ചെയ്തു, രോഗം കടന്നു വന്നു. രോഗത്തെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. മടങ്ങി വന്നാൽ രോഗസൗഖ്യമുണ്ട്. മാതാവേ, പിതാവേ, മടങ്ങി വന്നാൽ രോഗസൗഖ്യമുണ്ട്. എടാ കുഞ്ഞുങ്ങളെ, മടങ്ങി വന്നാൽ അപ്പൻ്റെ അടുക്കൽ ചേർന്ന് നിന്നാൽ നിങ്ങളെ അവൻ സൗഖ്യമാക്കും. നിങ്ങൾ ഓടിപ്പോയി വീണിരിക്കുന്നു, വീഴ്ച മുഖാന്തരം അസുഖകരമായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതേ അസുഖകരമായത് മാറി സുഖകരമായത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തും. സുഖകരമായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. അതെ, എവിടെ നിന്നും അസുഖകരമായത് മാത്രം അനുഭവിക്കേണ്ടി വരുന്നു. ആ മകൻ ആയിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. നല്ലതൊന്നുമില്ല. അതെ, നല്ലത് സംഭവിക്കുവാൻ പോകുക, സുഖമുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുക. പ്രഭാതം പോലെ സുഖകരമായി നിങ്ങളുടെ മധ്യാഹ്നങ്ങൾ മാറുവാൻ പോകുക. പ്രഭാതത്തിൽ നല്ല തണുപ്പുണ്ട്, ഒപ്പം പങ്കാളികളുള്ളവരാണെങ്കിൽ പങ്കാളികളുണ്ട്, ഭവനത്തിൻ്റെ സുരക്ഷിതത്വമുണ്ട്. എന്നാൽ മധ്യാഹ്നത്തിലോ ഒറ്റയ്ക്കാണ്, അവിടെ ആരുമില്ല, കടുത്ത വേനൽ ചൂടിൽ ആയിരിക്കുന്നു. അതെ, ആ ഒറ്റപ്പെട്ട അനുഭവത്തിലും ആ മധ്യാഹ്നത്തിൻ്റെ അനുഭവത്തിലും പ്രഭാതത്തിൻ്റെ സുഖവും ഊഷ്മളതയും നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യാസ്, യേശുവിൻ നാമത്തിൽ. ഒറ്റപ്പെട്ടായിരിക്കുന്ന ചിലർ വിദേശത്ത്, ജോലി സ്ഥലങ്ങൾ, മരുഭൂ സമാനമായ ആത്മീയമായി മാത്രമല്ല ഭൗതികമായും നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. മരുഭൂമിയുടെ അവസ്ഥ, അവിടെ നിങ്ങൾക്ക് കുളിർ കാറ്റായി നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അസുഖകരമായത് മാറുവാൻ പോകുക. ആ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞെ അസുഖകരമായത് പരാജയം മാത്രം ഉണ്ടാക്കുന്ന ആ അസുഖകരമായത് മാറി സുഖമുള്ളത് നിന്റെ വായ് കൊണ്ട് നീ പറയുവാൻ പോകുക, നിന്റെ ചെവി കൊണ്ട് നീ കേൾക്കുവാൻ പോകുക. നിന്റെ ആ ബിസിനസ്സിൽ അസുഖകരമായത് മാറിപ്പോകുക, സുഖകരമായത് കേൾക്കുവാനും പറയുവാനും പോകുക. അതേ ശുശ്രൂഷക പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങുക. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. 2, അവൻ മുറിവ് കെട്ടും. ഓടിപ്പോയി വീണ്, അതെ, മുറിവ് പറ്റിയ കുഞ്ഞിനെ അപ്പൻ കോരിയെടുത്തു ആശ്വസിപ്പിച്ച് മുറിവ് കെട്ടുന്നത് പോലെ. എനിക്കിവിടെ ഇത് തന്നെയാണ് ജോലി. ആമേൻ. നല്ല പ്രായമായി ഓർമ്മ വെച്ചതിന് ശേഷമായി എൻ്റെ ശരീരത്തിലൊരു തുന്നിക്കെട്ടിടേണ്ടി വന്നത്, തയ്യലിടേണ്ടി വന്നത്. എൻ്റെ കുഞ്ഞ് 2 വയസ്സായപ്പം തൊട്ട് വീഴാനും തയ്യലിടുവാൻ തുടങ്ങിയത്. ഇന്നലെ ഉണ്ടായിരുന്നു തയ്യലിടുവാൻ കണക്കിന്. പിന്നെ കാലിൻ്റെ ഉള്ളിലായതുകൊണ്ട് തയ്യലിടാതെ വച്ച് കെട്ടിയൊക്കെ വിട്ടു. അതെ, ദൈവം മുറിവ് കിട്ടും. ആ കുഞ്ഞിനെ പോലെ ഓടിപ്പോയി വീഴുകയും എഴുന്നേൽക്കുകയും മുറിവ് പറ്റുകയും കരയുകയും അങ്ങനെ അകന്നുപോയി കരയുന്ന അനുസരണക്കേടുണ്ട്. അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഭയങ്കര ഓട്ടമാണ്. അതിൻ്റെ ഫലമാണ്. അങ്ങനെ ഓടി എന്തോക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടുന്നേ. അവൻ ഓടുന്ന കണ്ടാൽ തോന്നുന്നു എന്തോ കൊണ്ട് ആരോ വച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഓടുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാകും. ഇവ എന്തിനു വേണ്ടിയാ ഓടുന്നേ? ഓട്ടം നിർത്ത്, അപ്പൻ്റെ അടുക്കലേക്ക് വാ. അവൻ മുറിവ് കെട്ടും. ആ ഓട്ടത്തിൽ പറ്റിയ മുറിവുകളെ അവൻ കെട്ടും. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളെ സഹോദരി വല്ലാതെ കരയുക. എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞല്ലോ. സഹോദര, ആ മുറിവുകളെ കർത്താവ് കെട്ടുക. അതിനുള്ള ഔഷധം അവളുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദര, ആ ജോലി സ്ഥലത്ത് പരുഷമായ വാക്കുകൾ, നീ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, ആ സ്ഥാപനത്തിൻ്റെ നന്മ മാത്രം പ്രതീക്ഷിച്ച് നീ നിൽക്കുന്നുണ്ട്, പക്ഷേ അവരിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ നിന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നു, ഭാരപ്പെടുത്തുന്നു. അതെ,
അവിടെ നിന്ന് നിനക്ക് ആശ്വാസം ഉണ്ടാകുവാൻ പോകുക. കർത്താവ് ആ മുറിവ് കെട്ട് മാതാവേ പിതാവേ മക്കളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ വെറും വാക്കുകളല്ല, കഠിന വാക്കുകൾ തീ കോരി ഇടുന്നത് പോലെ സ്തോത്രം മുറിവ് കെട്ടുക. മക്കൾ തന്നെ അതിന് മുറിവ് കെട്ടുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നല്ല ശമര്യക്കാരന് നീ വീണ് പോയിടത്ത് നിന്ന് സ്തോത്രം എടുത്തു കൊണ്ടുപോയി നിനക്ക് വേണ്ടത് തന്ന് നിന്നെ അവൻ സംരക്ഷിക്കും. അവൻ മുറിവ് കെട്ടും. എൻ്റെ കർത്താവ് മുറിവ് കെട്ടും. മൂന്നാമതായി പറയുന്നു, അവൻ ജീവിപ്പിക്കും. അതേ ദൈവം നിങ്ങളെ ജീവിപ്പിക്കും, പുറത്തു കൊണ്ടുവരും. സ്തോത്രം. മരിക്കുവാൻ വേണ്ടത്, നശിച്ചു പോകുവാൻ വേണ്ടത് പിശാച് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് ദൈവം നിങ്ങളെ ജീവിപ്പിക്കും. പിന്നെയും പറയുന്നു, നാലാമതായി അവൻ അടുക്കൽ വരും, അനുഗ്രഹിക്കും. എങ്ങനെ? മഴ പോലെ അനുഗ്രഹം വർഷിക്കും. അതേ ആ അനുഗ്രഹത്തിലേക്കായി നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിക്കുന്നു. എവിടെ നിങ്ങൾക്കത് ലഭിക്കും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കത് ലഭിക്കും. അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ മഴ പെയ്ത് ഭൂമി തണുത്ത് പുതുമുളകൾ മുളച്ചു വരുന്നത് പോലെ, വൃക്ഷങ്ങൾ ഫലം കായ്ക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഫലപ്രാപ്തി ഉണ്ടാകും. പുതുമുളകൾ മുളച്ചു വരും. അടുത്ത് വാ സ്തോത്രം. അപ്പൻ്റെ സന്നിധിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ മടങ്ങി വരുവാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചേക്കാം, എനിക്കിനി പറ്റത്തില്ല. നിങ്ങൾ ഉള്ളിൽ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മടങ്ങി വരവിനെ വേഗത്തിലാക്കുവാൻ അപ്പൻ നിങ്ങളുടെ അടുക്കൽ വരും. സ്തോത്രം. അപ്പൻ വെയിറ്റ് ചെയ്യുക, നീ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടി. അപ്പോൾ ആ അപ്പൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി അനുഗ്രഹം പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയും. അതിനായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് കൂടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. എന്നാൽ കണ്ടോടച്ച് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അകന്നുപോയി വീണുപോയി മുറിവേറ്റവരെ, നഷ്ടപ്പെട്ടവരെ, മഹാകഷ്ടത്തിലായിരിക്കുന്ന ഈ ജനം ഇപ്പോൾ രോഗികളായവരെ സൗഖ്യമാക്കണമേ യേശുവേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നവർ ഞാൻ അകന്നു പോയി, എൻ്റെ ജീവിതത്തിൽ വീഴ്ച പറ്റി തിരിച്ചറിഞ്ഞ് ഞാൻ ഇന്നലകളിലായിരുന്നത് പോലെ പോരാ, ഞാൻ അധികമായി പ്രാർത്ഥിക്കും. എനിക്ക് അധികം അങ്ങയോട് ചേർന്ന് നിൽക്കണം. ആഗ്രഹിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ ദിവസങ്ങളിൽ തീരുമാനമെടുക്കുക. കർത്താവ് സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. സകല രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. മാനസികമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ജന്മനാളുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. വർഷങ്ങളായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് രോഗമെന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ജോലി സ്ഥലത്ത് ഭാരപ്പെട്ടായിരിക്കുന്നവർ ദിവസനിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച ഞാൻ അകന്നുപോയി, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരും. എൻ്റെ നഷ്ടങ്ങളെല്ലാം നീ എനിക്ക് തിരികെ നൽകണമേ. പ്രാർത്ഥിക്ക്. അത് തിരികെ വരുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് നീ പഴയതിലും അധികം നന്മ അനുഭവിക്കുവാൻ പോകുക. നഷ്ടപ്പെട്ടതിലും അധികം നീ പ്രാപിക്കുവാൻ പോകുക. ജോലി ഉണ്ടാകുവാൻ പോകുക. പുതിയ ജോലികൾ കിട്ടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരുവാൻ പോകുക. ആ വെല്ലുവിളികൾ മാറുക. പ്രാർത്ഥിച്ചാട്ടെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുഞ്ഞെ പ്രാർത്ഥിക്കുക. ജോലി കിട്ടുക. കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. ലോകത്തിൽ നിന്നല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ. സ്തോത്രം. പ്രാർത്ഥിക്കുക. മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ വിടുവിക്കപ്പെടുക. ലോകത്തിൽ നിന്ന് അവർ മടങ്ങി വരിക. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി മുൻപോട്ട് പോകുക. വിവാഹബന്ധങ്ങൾ നടക്കുക. പ്രാർത്ഥിക്കുക. ആ തടസ്സം മാറുക. മക്കൾക്ക് അഡ്മിഷൻസ് കിട്ടുക. മക്കളുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരുക. സ്തോത്രം. ആ തടസ്സം മാറുക. പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അച്ചടക്കവും അനുസരണമുള്ള മക്കൾ വളരുവാൻ പോവുക. അവരുടെ മേൽ വാദിച്ചു വെല്ലുവിളിക്കുന്ന അവകാശവാദങ്ങൾ, ചില തെറ്റായ റിലേഷനുകൾ വിട്ടുമാറുക. കൂട്ടുകെട്ടുകൾ തകർക്കപ്പെടുക. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത മടങ്ങി വരട്ടെ. സ്തോത്രം. തകർച്ചകൾ മാറട്ടെ. കേസുകൾ മാറിപ്പോകട്ടെ. സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ മാറിപ്പോകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. പലിശക്കടകൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. ഭാരപ്പെട്ടായിരിക്കുന്നവർ എങ്ങനെ കൊടുക്കും? ആര് തരും? കർത്താവ് വഴി തുറക്കുക. അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങുക. പ്രാർത്ഥിക്കുക. ആ ബിസിനസ് മേഖല അനുഗ്രഹമായി തീരുക. ലാഭത്തിലാകുക. ആ നഷ്ടം മാറുക. അത് മുഖാന്തരമുള്ള നിന്നയും നിരാശയും മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ സ്പോൺസർമാരിൽ വിശ്വസിച്ചു. സ്തോത്രം. ദൈവത്തെ പോലെ കണ്ടു എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് വാ. ഒരു ദൈവമേ നിനക്കുള്ളൂ. ആമേൻ. നിന്നെ കർത്താവ് മാനിക്കുവാൻ പോകുക. സ്പോൺസർമാരുണ്ടാകുവാൻ പോകുക. നീ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ചിലരെ ഒരുക്കുവാൻ പോകുക. വിസ പ്രോബ്ലങ്ങൾ മാറുക. യേശുവിൻ നാമത്തിൽ. ശുശ്രൂഷക പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ മാനിക്കുക. ദേശത്തിൽ വർദ്ധിപ്പിക്കുക. യേശുവിൻ നാമത്തിൽ. ഭവനങ്ങളില്ലാത്തവർക്ക് കർത്താവ് ഭവനങ്ങളെ നൽകുക. പ്രാർത്ഥിച്ചാട്ടെ. വാഹനങ്ങൾ വാങ്ങുവാൻ പ്രാർത്ഥിക്കുക. വാഹനങ്ങൾ വാങ്ങുക. ആ പോർച്ചിൽ വാഹനം വരിക.
അമേൻ. ഓ സ്തോത്രം. നിന്റെ തൊഴിലിനായുള്ള വാഹനം നീ വാങ്ങുവാൻ പോകുക, വസ്തുക്കൾ വാങ്ങുവാൻ പോകുക. അമേൻ, അമേൻ, അമേൻ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അടുത്ത് വന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് കർത്താവിനെ സ്തുതിക്കുന്നവരായി, ആ സന്തോഷത്തിൽ നിലനിൽക്കുന്നവരായി ഇവർ മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.